സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട വർഗീയ ചാനൽ എന്ന് പറയുന്നത് ജനം TV ആണ്. ഇല്ലാത്തതും പൊല്ലാത്തതുമായ കാര്യങ്ങൾ എവിടെയൊക്കെ എന്തെല്ലാം നടക്കുന്നു അതിനെല്ലാം ചികഞ്ഞു നോക്കും. അതിൽ വർഗീയതയുണ്ടോ, അതിൽ മുസ്ലിങ്ങളുണ്ടോ, അതിൽ ക്രിസ്ത്യാനികളുണ്ടോ, ബാക്കിയുള്ള അവരുടെ സമുദായത്തിൽപ്പെട്ട ആരും ചികയില്ല. എന്തെല്ലാം തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും പേര് പറയാതെ അവരങ്ങ് അവതരിപ്പിക്കും കാര്യങ്ങൾ. ഇപ്പൊ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്കാരെന്ന് പറയുന്നത് RSSകാരും എന്ന് പറയുന്ന പൊട്ടന്മാരും വിഡ്ഢികളുമാണ്. അതായത് അവരുടെ മതഗ്രന്ഥം എന്ന് പറയുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട മതഗ്രന്ഥം എന്ന് പറയുന്ന ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയിൽ ഏതെങ്കിലും ഭാഗത്ത് ഒരുപാട് ദൈവങ്ങളെ പറ്റി പറയുന്നുണ്ടോ? ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ? അതിൽ ആദ്യമായിട്ട് ഭഗവത്ഗീത പഠിക്കുക. അതിൽ ഏക ദൈവമാണെന്ന് പറയുന്നു, ഏക ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നു. അപ്പൊ അതിന് എതിരായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ബലിദാനി എന്ന് പറയുന്ന ദൈവമാണ്. അപ്പൊ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യണം. അത് കൗൺസിലർ കോർപ്പറേഷനിലെ ആയിരുന്നാലും, മുനിസിപ്പാലിറ്റി ആയാലും, പാർലമെന്റ് ആയാലും, നിയമസഭ ആയിരുന്നാലും. അപ്പൊ പൊട്ടന്മാർക്കും വിഡ്ഢികൾക്കും ഒരു അവസരം ജനങ്ങൾ കൊടുത്തു ഭരിക്കാൻ വേണ്ടി. അപ്പൊ അവിടെ വന്നിന്ന് ഞാൻ ബലിദാനിയുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആദ്യം ഭരണഘടനയിൽ നമുക്ക് അനുവദിക്കപ്പെട്ടത് എന്തെല്ലാമാണ്, അവകാശങ്ങളും കാര്യങ്ങളും എന്താണെന്ന് പഠിക്കണം. അല്ലാതെ ഈ ചാണകം തന്നെ, അതായത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും വിസർജ്യം ഭക്ഷിച്ച് ജീവിക്കുന്ന ഈ തെണ്ടി പരുഷകൾക്ക് യാതൊരു വിവരമില്ല. അതായത് ആരെങ്കിലും ബലിദാനിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യും, അത് അനുവദിച്ചിട്ടില്ലല്ലോ. പിന്നെ മുസ്ലിങ്ങള് ഭീമാവളിയിലെ കൗൺസിലർ സജീന ബീവി അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ചെയ്യാമല്ലോ. അള്ളാഹു എന്ന് പറയുന്ന ദൈവമാണ്. ഈ ഹിന്ദുക്കൾ പറയുന്ന ദൈവവും, ക്രിസ്ത്യാനികൾ പറയുന്ന ദൈവവും, യഹൂദന്മാര് പറയുന്ന ദൈവവും, ബുദ്ധമതക്കാരൻ പറയുന്ന ദൈവം, മുസ്ലിങ്ങൾ പറയുന്ന ദൈവം എന്ന് പറയുന്ന ഒന്ന് തന്നെ. മുസ്ലിങ്ങൾ വിളിക്കുന്ന അള്ളാഹു എന്ന് ഒരൊറ്റ ദൈവത്തിൽ തന്നെയാണ് അവർ ഈ ലോകത്ത് എവിടെയായിരുന്നാലും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിന് അയോഗ്യരാക്കണമെന്നാണ് BJPക്കാർ പറയുന്നത്. BJPക്കാർ പറയുന്ന അവര് പറയണ്ടല്ലോ, ജനം TV ആണ് പറയുന്നത്. പെണ്ണിനെ ആയിരുന്നാലും ആണിനെ ആയാലും വേഷം കെട്ടി ഓരോരുത്തന്മാരുടെ മനസ്സിൽ വർഗീയത കുത്തി നിറച്ച് വന്നു എന്ന് ചാനലിൽ പറയണം. ഇവനൊക്കെ എന്ത് ചാനൽ പ്രവർത്തകരാണ്? ജേർണലിസം പഠിച്ച യവന്മാർ പഠിക്കാൻ പോയിട്ടുണ്ട്. അവര് ജേർണലിസം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ലല്ലോ. വിവരമെന്ന് പറയുന്ന ഇവന്റെ ഒന്നും മനസ്സിലാ, വാക്കില, പ്രവൃത്തിയില തൊട്ട് തീണ്ടിയിട്ടില്ല. അത് പെണ്ണാവട്ടെ ആണാവട്ടെ വേഷം കെട്ടി ഓരോ പെണ്ണുങ്ങൾ വന്ന് ഇന്ന് പറയുന്നതിനൊക്കെ ഇവരൊക്കെ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്? അപ്പൊ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്തെങ്കിലും കച്ചവട സ്ഥാപനങ്ങൾ നടത്തുകയാണെങ്കിൽ അവിടെ കയറൂല, അവർ ബസ് ഓടിക്കുകയാണെങ്കിൽ അതിൽ കയറൂല, ഡ്രൈവർ പിന്നെ ക്രിസ്ത്യാനിയാ മുസ്ലിമോ ആണെങ്കിൽ കയറൂല. എന്താണ് ഇവരൊക്കെ ഉദ്ദേശങ്ങൾ? എന്താണ്? മുസ്ലിങ്ങൾ ലോകത്ത് എവിടെ അവർക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അത് ഹിന്ദുക്കൾക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. ഇവരില്ലാത്തവൻ കൊല്ലാത്തവൻ പറഞ്ഞു കൊടുക്കുന്നത് മീശയുള്ള ദൈവം, മീശ ഇല്ലാത്ത ദൈവം, 10 കൈയുള്ള ദൈവം, വാലുള്ള ദൈവം, അങ്ങനെ ഒരു ദൈവങ്ങളൊന്നും ഇല്ല. ആരും ദൈവത്തിനെ കണ്ടിട്ടുമില്ല. അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അത് ദൈവമാണ് ഇത് ദൈവമാണെന്ന് വെറുതെ പറയാണ്. അതായത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മതഗ്രന്ഥം എന്ന് പറയുന്നത് ജനം TV ആയിരുന്നാലും ശരി, ജനം TVയുടെ അപ്പുറത്തെ TV ആയിരുന്നാലും ശരി, തത്വമയി ആയിരുന്നാലും ശരി, പിന്നെ വേറെ കർമ്മ ന്യൂസ് ആയാലും, ഇവരെല്ലാം ആദ്യം നിങ്ങൾ മതത്തെ പറ്റി പഠിക്കും, സ്വന്തം മതത്തെ പറ്റി പഠിക്കും. അതില് ഒരുപാട് ദൈവങ്ങൾ ആരാധിക്കാൻ പറയുന്നുണ്ട്? ഇല്ലല്ലോ. ഏക ദൈവത്തിനെ തന്നെയാണ് ഭഗവത്ഗീത പറയുന്നത്. ആ ദൈവത്തിനെ ആരാധിക്കണമെന്നാണ് പറയുന്നത്. ആ ദൈവത്തിനെ പിടിച്ചാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അതായത് ദൈവനാമത്തിൽ നിങ്ങൾ മലയാളത്തിൽ ദൈവം എന്ന് പറയും, അറബിൽ അള്ളാഹു എന്ന് പറയും. അപ്പൊ അത് ലോകം മൊത്തം അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പൊ കോടതി ആയാലും ഇനി എവിടെ പോയാലും മുസ്ലിം അങ്ങനെ ചെയ്യുള്ളൂ. അത് ഇല്ല എന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കും. അങ്ങനെയുള്ള സത്യപ്രതിജ്ഞ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഭരിച്ചോളാൻ പറയും. ഇപ്പൊ പാർലമെന്റിൽ കണ്ടില്ലേ, ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ആരാണ്? മുസ്ലിങ്ങളാ. മുസ്ലിങ്ങൾ ഇവിടെ 950 വർഷം ഭരിച്ചിട്ടുണ്ട്. അവരൊന്നും ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. ജാതീയമായ ഒരു വേർതിരിവേ അവരുണ്ടാക്കിയിട്ടില്ല. എല്ലാവരും സമന്മാരാണ്, ഒരുപോലെയാണ്. മോഡി ഭരിക്കുന്ന ഇന്ത്യയും
പണ്ട് മുസ്ലിം രാജാക്കന്മാർ ഭരിച്ച് ഇന്ത്യ ഒന്നാണാ? ഇപ്പോഴെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ തോളിൽ കയറാൻ വേണ്ടിയല്ലേ എല്ലാവരും ശ്രമിക്കുന്നത്. മുസ്ലിങ്ങളെ ഏത് രീതിയിലാണ് പിന്നെ കുഴയ്ക്കാൻ നോക്കും? അവർക്കെതിരെ എന്തെല്ലാം നടപടികളാണ് എടുക്കാൻ നോക്കും? അവരെ എങ്ങനെയാണ് തീവ്രവാദികളാക്കാൻ നോക്കുന്നത്? അവരെ എങ്ങനെയാണ് ദേശദ്രോഹികളാക്കാൻ നോക്കുന്നത്? അതും കൊണ്ട് നടക്കുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇനി എങ്ങനെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ വിമർശിക്കുന്നോ അതിനനുസരിച്ച് ഇസ്ലാം വളരും. അത് മനസ്സിലാക്കണം. ഈ വിമർശനത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഈ വളർച്ച ഉണ്ടാവുന്നത്. അപ്പൊ ജനങ്ങൾ അതിനെപ്പറ്റി പഠിക്കും. എന്താണ് ഇസ്ലാം എന്ന് പറ്റി പഠിക്കുക. അപ്പൊ എന്താ മനസ്സിലാക്കണമല്ലോ. ബുദ്ധിജീവികൾ എന്ന് പറയുന്നത് അതിനെപ്പറ്റി പഠിക്കും. പഠിക്കുമ്പോൾ ശരിയാവുന്ന അതാണല്ലോ ശരി എന്ന് തോന്നി അവർ വരും. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മതപരമായ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ കോർപ്പറേഷൻ കൗൺസിലിന്റെ കാര്യമാണ് പറയുന്നത്. കോർപ്പറേഷൻ കൗൺസിലില് അതായത് പൊട്ടന്മാരും വിഡ്ഢികളുമായ പല രീതിയിൽ, അതായത് BJP-ക്കാരായ 19-20 പേരും പല ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതൊന്നും ദൈവങ്ങളല്ലല്ലോ. ബലിദാനി ദൈവമാണോ? പിന്നെ വേറെ ഏതാ കാവിലമ്മ, എലി ദൈവം, മറ്റത് മറിച്ചത് ദൈവം, അതൊന്നും ദൈവങ്ങളല്ലല്ലോ. ദൈവം എന്ന് പറയുന്നത് നിങ്ങളെയും ഈ മനുഷ്യരെ, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ജീവജാലങ്ങളെയും ആകാശങ്ങളും ഭൂമികളും എല്ലാം അതിന്റെ ഇടയിലുള്ള എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു പോകുന്നതാണ് ദൈവം. അല്ലാതെ അവിടെ ഇവിടെ ഒരു ബിംബം കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ദൈവമാണ് ഇത് ദൈവമാണെന്ന് പറഞ്ഞാൽ അതൊന്നും ഭരണഘടന അംഗീകരിക്കില്ല. ദൈവം എന്ന് പറയുന്നത്, ഭരണഘടന എന്ന് പറയുന്നത്, അതായത് ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ആളായിരുന്നാലും സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആളായിരുന്നാലും അവരൊക്കെ പഠിച്ചവരാണ്, അവർക്ക് വിവരമുണ്ട്. അതായത് നിങ്ങളെപ്പോലെ ഈ എന്താണ് വിസർജ്യം, മനുഷ്യരെ ആയിരുന്നാലും ശരി, ഇനി പിന്നെ മൃഗങ്ങളുടെ ആയിരുന്നാലും ശരി, വിസർജ്യം ഭക്ഷിക്കുന്നവരല്ല അവിടെ ഇരിക്കുന്നത്. അതിപ്പോ ഈ മോഡിയും വിസർജ്യം ഭക്ഷിക്കുന്ന ആളൊന്നും അല്ല. പറയും നിങ്ങൾ വിസർജ്യം ഭക്ഷിച്ചോളി, അത് നല്ലതാണ്, അത് രോഗത്തിന് നല്ലതാണ്, പ്രതിവിധിക്ക്. പണ്ടിവിടെ കോവിഡ് ഉണ്ടായപ്പോ ലോകം മൊത്തം അതിന് പിന്നെ മരുന്ന് കണ്ടുപിടിക്കാൻ നടന്നപ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഒരു മോഡി പാത്രം കൂട്ടിയ പിന്നെ കോവിഡിന്റെ രോഗാണുക്കൾ പോകുമെന്ന് പറഞ്ഞ മനുഷ്യനാണ്. അപ്പൊ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന കുറെ വിഡ്ഢികളുണ്ട്. ആ വിഡ്ഢികളെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടണ്ട. ഞങ്ങളെന്ന് പറയുന്ന ആ വിഡ്ഢിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുകയില്ല, അതിൽ വിശ്വസിക്കുകയില്ല. പാത്രം കൊട്ടുമ്പോഴത്തേക്ക് രോഗാണുക്കള് പിന്നെ പറവറക്കും എന്ന് പറയുന്ന മോഡിയെ സ്തുതിക്കുന്ന ഇവിടെയുള്ള സംഘപരിവാർ RSS ശക്തികൾ എന്ന് പറയുന്നത് ഇവർ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? മൂത്രത്തിൽ ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം രോഗാണുക്കളുണ്ട്, അതായത് വിസർജ്യത്തിൽ ഏതെല്ലാം രോഗാണുക്കളുണ്ട്. അത് ഭക്ഷിച്ച് നിങ്ങൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അത് വേറെ ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ അതൊന്നും ഇവിടെ ഇപ്പൊ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒന്നുമല്ലെങ്കിലും BJP-ക്കാരായ 20 പേരും ഒരു ദൈവത്തിന്റെ പേരിൽ പറയും. നിങ്ങൾ പലരാവുന്നതിന് എന്റെ അമ്മയുടെ പേരിൽ ഞാൻ സത്യപ്രതിജ്ഞ, എന്റെ അച്ഛന്റെ പേരിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ കാവിലമ്മയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പിന്നെ ബലിദാനിയുടെ പേരിൽ. അങ്ങനെയല്ല, എല്ലാവരും ഒരുപോലെ. അതായത് നിങ്ങൾ ഒരു പാർട്ടിക്കാരല്ലേ, അതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ? അതിന്റെ കാര്യം എന്താണ്? അപ്പൊ നാട്ടിൽ നിങ്ങളാണ് കുഴപ്പമുണ്ടാക്കുന്നത്. നിങ്ങൾ മനഃപൂർവ്വമായിട്ട് കുഴപ്പമുണ്ടാക്കുകയാണ്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധീനതയിലുള്ള കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ല എത്ര മെമ്പർമാർ, 101 മെമ്പർമാരുണ്ട്. അത് ആ 101 കോർപ്പറേഷൻ കൗൺസിലർമാർ ഭരിക്കുന്ന തിരുവനന്തപുരം സിറ്റിയിൽ വേറെ എവിടെയെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ട്? അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ അപ്പൊ എന്താണ് ചെയ്യാനുള്ളത്? അത് ഞങ്ങളുടേതല്ല എന്നാണ് ഈ രാജേഷ് എന്ന് പറയുന്ന കോർപ്പറേഷൻ മേയർ. അയാൾ എന്തോ സംഭവമാണെന്നാണ് പറയുന്നത്. എന്താണ് ഭരിക്കാൻ അറിയാം അവനൊക്കെ? ഈ ഇത്രയും നാള് പുറത്ത് കിടന്ന് ഇങ്ങനെ ചലച്ചുകൊണ്ട് നടന്നതല്ലാതെ ഭരണത്തെ പറ്റി പഠിക്കണം. എന്താണ് നമ്മുടെ പിന്നെ നമുക്ക് ഭരണം കിട്ടിയാൽ എങ്ങനെയാണ് ഭരിക്കേണ്ടത്, ഏതാണ് നമ്മുടെയൊക്കെ അവകാശങ്ങൾ, എന്തൊക്കെയാണ് ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ, അതൊക്കെ എങ്ങനെ പൂർത്തീകരിക്കും, എന്തൊക്കെയാണെന്നാണ് കുറെ ചാനലുകൾ വന്നിരുന്ന് പറയുന്നത്. BJP-ക്കാർ ഭരണം കൊണ്ട് ഭരിച്ച് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് സ്വീകാര്യത നേടി. ഒരു സ്വീകാര്യത നേടിയിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ BJP വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു നന്മ ചെയ്തോ? എന്താണ് ഇവിടുന്ന് ആരെങ്കിലും കൊടുക്കുന്ന പിന്നെ ഈ സാധനങ്ങളാ പിന്നെ വല്ലതും എടുത്തിട്ട് കോർപ്പറേഷന്റെ വകയായിട്ട് കൊടുക്കാൻ നോക്കുമോ? അത് അവരുടെ പേരിലാണ്. അതായത് എവിടെ ആഫ്രിക്കയിലാ, യൂറോപ്പിലാ, അമേരിക്കയിലാ ഉള്ള ഏതാ ഒരു മലയാളി ഒരു വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അത് വീട് വെച്ച് കൊടുക്കുക, അത് കോർപ്പറേഷന്റെ പിന്നെ അവരുടെ നേട്ടമാണ്, അവരുടെ ഭരണ നേട്ടം അതല്ല. പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ സംഭാവന കൊടുക്കുന്നെങ്കിൽ അത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പെൻസിൽ വാങ്ങിക്കാനും പേന വാങ്ങിക്കാനും ബുക്ക് വാങ്ങിക്കാനും കൊടുക്കുമെന്ന്, അത് കോർപ്പറേഷന് നേട്ടോ?
അതൊക്കെ അവർ തന്നെ കൊടുത്താൽ പോരെ, അതല്ലേ നല്ലത്. അങ്ങനെ എത്രയോ പേര് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഭരണ നേട്ടങ്ങളല്ല. ഭരണ നേട്ടം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആവശ്യമുള്ളത് ജനങ്ങൾക്ക്, അതിനൊരു പദ്ധതി തയ്യാറാക്കണം. അല്ലാതെ ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടും. അത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോ അത് ഒഴുകി വരും. ആ ഒഴുകി വരുമ്പോ അത് പിടിച്ചെടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കാന്നല്ല ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്. അതൊന്നും അല്ല. ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞ ഒരു പദ്ധതി തയ്യാറാക്കണം. എന്താണ് നമുക്ക് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആവശ്യം, എന്താണ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി പഠിക്കും. നിങ്ങൾ ഇവിടുന്ന് പിന്നെ 50 പേരുമായിട്ട് നേരെ ഡൽഹിയിൽ പോയല്ല, അവിടെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിയല്ല. ബാക്കിയുള്ള പിന്നെ അവിടെ ചെന്നിട്ട് മോഡിയെ കണ്ട് എന്തൊക്കെയോ നിങ്ങൾ നേടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞല്ല. അവിടെ നിന്ന് വന്നപ്പോ എന്ത് മുട്ടയാണ് കൊടുത്തത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ അത് മോശപ്പെട്ട മുട്ടയല്ല, അത് നല്ല മുട്ടയാണ്. അതിന്റെ പിന്നെ ടൂറിസത്തെ പറ്റി ജനങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ആമ മുട്ടയും കൊണ്ട് അവർ വന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പൊ ആമ മുട്ടയാണ് ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ ആമയെ കൊണ്ട് തീറ്റിച്ച് അല്ലെങ്കിൽ ആമയെ വളർത്തി അതിന്റെ ഉച്ഛിഷ്ടം കൂടെ ഭക്ഷിച്ച് ജനങ്ങൾ ഇവിടെ ജീവിച്ചോളും, പട്ടിണി മാറ്റാൻ നോക്കും എന്നൊക്കെ കരുതുന്ന വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ഈ RSS സംഘപരിവാർ ശക്തികൾക്ക് കൊടുത്തത്, ഈ ഭരണം കൊടുത്തത് തന്നെ CPM എന്ന് പറയാൻ ഒക്കില്ല. കാര്യം CPM അതിലെതിരാണ്. സാധാരണക്കാര് പിണറായിയാണ് കൊടുത്തത്. അതായത് 50-51 നിൽക്കുമ്പോൾ ഒരു സ്വതന്ത്രൻ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ പ്രതിപക്ഷങ്ങളിൽ രണ്ടുപേർക്കും കൂടെ യോജിക്കാമായിരുന്നല്ലോ, യോജിച്ചൊരു അവർക്ക് ഭരിക്കാമായിരുന്നല്ലോ. പക്ഷെ അതൊന്നും അല്ല, BJPക്ക് മനഃപൂർവ്വം കൊടുത്താണ്. അതായത് മോഡിയുമായിട്ടുള്ള ഡീലാണ് പിണറായി വിജയന്റെ. അതിനനുസരിച്ച് അവർ കൊടുത്തു. എന്തൊക്കെ ചെറ്റത്തരം അതിൽ പിന്നെ ഈ വോട്ടർ പട്ടികയിൽ കാണിച്ചിട്ടു എന്നുള്ളതല്ല അവർക്കേ അറിയാൻ കഴിയുള്ളൂ. ആരെയൊക്കെ ചേർത്ത് എങ്ങനെയാണ് അവർക്ക് ഈ 50 സീറ്റ് കിട്ടിയതെന്നൊക്കെ ചെകഞ്ഞ് നോക്കണം, എങ്കിലേ അത് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ശരി, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണവും BJP എന്ന് പറയുന്നത് ഒരു ഭരണ പരാജയമാണ്. ഇവരെ വിശ്വസിക്കാൻ കൊള്ളൂല. ഇവർ പറയുന്ന കള്ളങ്ങൾക്ക്, അതായത് ഒരു ഗുണ്ടാ തലവനെയാണ് അവർ പിന്നെ കാപ്പ കേസിലെ പ്രതിയാണ് അവര് ഇത് കോർപ്പറേഷൻ കൗൺസിലർ ആക്കിയത്. അവിടെ നിന്ന് ജയിച്ചു വാഴോട്ട് പോണത്താ. അങ്ങനെ ഇത് വടക്കേ ഇന്ത്യയിലെ നയം ഇവിടെ കേരളത്തിൽ നടപ്പാക്കാൻ നോക്കണം. ഏറ്റവും കൂടുതൽ ആളുകളെ കൊല ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ ബലാത്സംഗം ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ കൊള്ള നടത്തിയിട്ടുള്ളവരെയൊക്കെയാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥികൾ. അത് പഞ്ചായത്താവട്ടെ, അവിടെ പിന്നെ കോർപ്പറേഷൻ ആവട്ടെ, പാർലമെന്റ് ആവട്ടെ, അസംബ്ലികളാവട്ടെ, എവിടെയും എങ്ങനെയും അവരിങ്ങനെയാണ്. അവരുടെ യോഗ്യത എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. മോഡിയുടെ യോഗ്യത എന്തായിരുന്നു? ഇല്ലാത്തതും കൊല്ലാത്തതുമായ ബലൂൺ ഊതി വീർപ്പിച്ചുണ്ടാക്കി ഇല്ലാത്ത നേട്ടമല്ലേ പറയുന്ന മോഡിയെ പറ്റി. എന്താണ് മോഡിക്കുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ 2500 പരം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തു മോഡിയും അമിത്ഷായും കൂടെ. അത് തന്നെയാണ് അവരുടെ നേട്ടമെന്ന്, അവർ ഭരണ നേട്ടം കൊണ്ട് ഗുജറാത്തിലുണ്ടായത്. നിങ്ങൾ അല്ലെങ്കിൽ ഗുജറാത്തിലെ കാര്യങ്ങൾ എടുത്ത് നോക്കി, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ഗുജറാത്തിലുള്ള പാവപ്പെട്ട ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. എത്രയോ വർഷം ഭരിച്ച് ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നില്ലേ മോഡി? എന്താണ് ഗുജറാത്തികൾക്ക് വേണ്ടി ചെയ്തു? 2 ഗുജറാത്തികൾക്ക് വേണ്ടി ചെയ്തു. അദാനി, അംബാനി അവർക്ക് വേണ്ടി ചെയ്തു. 2 ഗുജറാത്തികൾ ഭരിക്കുന്നു. അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അല്ലാതെ പാവപ്പെട്ട ഹിന്ദുവിന് വേണ്ടിയോ, പാവപ്പെട്ട മുസ്ലിമിന് വേണ്ടിയോ, പാവപ്പെട്ട ക്രിസ്ത്യാനിക്ക് വേണ്ടിയോ, പാവപ്പെട്ട സിഖുകാരന് വേണ്ടിയോ ഒരു ചുക്കും അവർ ചെയ്യില്ല. അതിന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറ്റത്തരം കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും ശരി, അല്ലാതെ ഉള്ള ആൾക്കാരായിരുന്നാലും ശരി, അവരെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയേണ്ടതാണ് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. അത് നിർവഹിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.